നേരത്തെ പരാമർശിച്ചൊരു വാർത്തയിലേക്ക് വീണ്ടും പോവുകയാണ്. ഇരിങ്ങാലക്കുട പടിയൂർ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് പ്രതി പ്രേംകുമാറിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ താൽപ്പര്യമില്ല എന്ന് ബന്ധുക്കൾ അറിയിച്ചതിനെ തുടർന്ന് മൃതദേഹം ഉത്തരാഖണ്ഡ് പോലീസിനെ ഏൽപ്പിച്ച് അന്വേഷണ സംഘം മടങ്ങും എന്ന വിവരമാണ് ഒടുവിൽ ലഭിക്കുന്നത്. സാനു കെ സജീവിലേക്ക് പോകാം. വിവരങ്ങൾക്കായി സാനു, വിവരങ്ങൾ എന്താണ്? വീണ, പടിയൂരിലെ ഇരട്ട കൊലപാതകം നടത്തിയ പ്രതി പ്രേംകുമാർ ഉത്തരാഖണ്ഡിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രേംകുമാറിനായിട്ട് രാജ്യവ്യാപകമായിട്ട് തൃശ്ശൂരിന്റെയും അതേപോലെ തന്നെ സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ വലവിരിച്ചതിന് ശേഷമാണ് ഈ പ്രേംകുമാർ ഉത്തരാഖണ്ഡിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഉത്തരാഖണ്ഡ് പോലീസ് പ്രേംകുമാറിന്റെ മകൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം കൈമാറുന്നത്. പ്രേംകുമാർ ഉത്തരാഖണ്ഡിൽ ഒരു ആശ്രമത്തിന് സമീപം മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. തുടർന്ന് ഉത്തരാഖണ്ഡിലെ സർക്കാർ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ബന്ധുക്കൾക്ക് കൈമാറിയത്. തുടർന്ന് ഡൽഹിയിൽ ഉണ്ടായിരുന്ന കേരള പോലീസ് സംഘം ഉത്തരാഖണ്ഡിൽ എത്തുകയും തുടർന്ന് ഈ മരണപ്പെട്ടത് പ്രേംകുമാർ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഈ ബന്ധുക്കളെ, അതായത് കോട്ടയം ജില്ലയിലെ ചിങ്ങവനത്തുള്ള പ്രേംകുമാറിന്റെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയും മൃതദേഹം ഏറ്റെടുക്കുമോ എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ ആരായുകയും ചെയ്തപ്പോൾ തങ്ങൾക്ക് മൃതദേഹം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നൊരു മറുപടിയാണ് ഈ അന്വേഷണ സംഘത്തിന്, ഈ ഉത്തരാഖണ്ഡിലെത്തിയ പോലീസ് സംഘത്തിന് ബന്ധുക്കൾ കൈമാറിയത്. അതേ തുടർന്ന് ഈ അന്വേഷണ സംഘം DNA ടെസ്റ്റിനുള്ള സാമ്പിളുകൾ ശേഖരിച്ച് നാട്ടിലേക്ക് തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മൃതദേഹം ഉത്തരാഖണ്ഡിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് പോലീസിന് ഈ മൃതദേഹം വിട്ടു നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. വീണ, ഓക്കെ, ശരി സാനു.